എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? പിന്നെ നമ്മൾ കാണാൻ പോണത് ഒരു ഹെയർ കെയർ വീഡിയോ ആട്ടോ. ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹെയർ കുറച്ച് ഇങ്ങനെ അത്ര മോശമല്ല, അത്ര നന്നായിട്ടും ഇല്ല. അപ്പോൾ ഇങ്ങനെ രണ്ടും ഇടയിൽ നിൽക്കണം. അതായത് വല്ലാതെ ഹെയർ നല്ല ഭംഗിയായിട്ടൊന്നും ഇരിക്കണില്ല, എന്നാ ഹെയറിൽ ഇങ്ങനെ വല്ലാണ്ട് പ്രശ്നമില്ല. പക്ഷെ തലയിൽ ചെറിയ ഇങ്ങനെ കുരുക്കള് മാതിരി ഉണ്ട് കേട്ടോ, നമ്മുടെ ഫേസിൽ ഉണ്ടായിരുന്ന മാതിരി. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു നായക്കുട്ടി ഉണ്ട്, അത് ഭയങ്കര ശല്യാട്ടോ, അതിന്റെ സൗണ്ടാ കേൾക്കണേ. അപ്പോ നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോണത് ഇങ്ങനെ ഹെയറിന്റെ ഡാമേജസ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. അപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് ഹെയർ വാഷ് ചെയ്യാനോ അങ്ങനെ ജലദോഷമൊക്കെ ആയിട്ട് പറ്റിയില്ല. അപ്പൊ നമ്മൾ ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമില്ല നമ്മൾ ചെയ്യണം. ഹെന്ന പൗഡർ തലയിൽ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ മുടി എന്തായാലും കഴുകാന്ന് വിചാരിക്കുക. അപ്പൊ വല്ലാണ്ട് എണ്ണ ഒട്ടിയിട്ടും അതേപോലെ കുറച്ച് ഡാമേജസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് മുടി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ അത് ചെയ്യാന്ന് കേട്ടോ. അപ്പൊ ഞാൻ ചേട്ടനും കൂടി ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചു. കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കൊടുക്കണം, ഇട്ട് കൊടുക്കണം. കുറെ നാളായിട്ട് എൻ്റെ ഇരിക്കണതാട്ടോ ഹെന്ന പൗഡർ. അപ്പൊ നമുക്ക് എന്തായാലും സംഭവം റെഡിയാക്കാം. അപ്പൊ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ, പുറത്തുനിന്നുള്ള ലൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഹെന്ന പ്രത്യേകിച്ചൊന്നും ഇല്ല, വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഹെന്ന പൗഡർ ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോണത് ഹെയറിൽ. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ആൽപ്സ് ഗുഡ്നസിന്റെ ഹെന്ന പൗഡർ ആണ്. ഇത് ഹെന്ന പൗഡർ ആട്ടോ, വേറൊരു മിക്സിംഗ് ഇല്ല, ഹെന്ന മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ നമ്മുടെ ഹെയർ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാൻ, അതുപോലെ റിപ്പയർസ്, നമ്മുടെ ഡാമേജസ് റിപ്പയർ ചെയ്യാൻ, നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഒരു ആന്റി ഏജിങ് പാക്കാണ് ഹെന്ന. നമുക്ക് മന്ത്ലി വൺസ് ഒക്കെ ഹെന്ന ഇട്ട് കൊടുക്കുന്ന നല്ലത് ഹെന്ന പൗഡർ. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ ആട്ടോ ആൽപ്സ് ഗുഡ്നസിന്റെ. അപ്പൊ ഇത് വന്നിട്ട് നമുക്കൊരു സിപ്പ് ലോക്കിലാണ് വരുന്നത്, ഓൾറെഡി ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു പാക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ അത്രയും സെക്യൂർ ആയിട്ടാണ് നമുക്ക് നമ്മുടെ പൗഡർ ഇരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത് ഹെന്ന പൗഡർ. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം, അതായത് മിക്സ് ചെയ്യണത്. അപ്പൊ ഞാനിവിടെ എഗ് വൈറ്റിലാണ് ഹെന്ന പൗഡർ, അതായത് നമ്മുടെ പൗഡർ നമ്മൾ മിക്സ് ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്യാന്നാണ്, പക്ഷെ ഞാൻ മുടി കുറച്ചും കൂടിയും നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടും കണ്ടീഷന് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ് വൈറ്റ്, അപ്പൊ ഞാനും ചേട്ടനും യൂസ് ചെയ്യുന്നുണ്ട്. 2 എഗിന്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് മാത്രം. അതിലേക്ക് ഒരു 3 സ്പൂൺ നമ്മൾ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും. അപ്പൊ കുറച്ചു നേരം നമ്മളൊന്ന് ബീറ്റ്, അതായത് കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഗ് വൈറ്റ് മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് ഡാമേജസ് ഒക്കെ മാറി മുടി നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മൾ ഹെന്ന പൗഡർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഹെന്ന പൗഡർ ആണ് ആൽപ്സ് ഗുഡ്നസിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ. പിന്നെ അതുപോലെ നമുക്ക് അഫോർഡബിൾ ആണ്, നമുക്ക് ഇങ്ങനെ വലിയൊരു ഹൈ ഒന്നും ഇല്ല കേട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് നമുക്ക് ആൽപ്സ് ഗുഡ്നസിന്റെ പൗഡർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അത്യാവശ്യം മിക്സ് ചെയ്തതിന് ശേഷമാണ് സാധാരണ വെള്ളം, നിങ്ങൾക്ക് ഇതിന് പകരം കഞ്ഞിവെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ സാധാ വെള്ളം എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും നമുക്കിങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ഒരു തിക്ക് കൺസിസ്റ്റൻസി, അതാവുന്ന വരെ നമ്മൾ അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു രീതിക്ക്, അതായത് നമ്മുടെ മുടിയിൽ പിടിച്ച് അപ്ലൈ ചെയ്താൽ നന്നായിട്ട് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഹെയർ പാക്ക് ഹെന്ന മിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ആദ്യം ചേട്ടൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം. ചേട്ടന്റെ മുടി ഞങ്ങളെ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ കെട്ടൂലേ ഇങ്ങനെ ബാക്കിലേക്ക്,
അങ്ങനെ കെട്ടാൻ വേണ്ടിട്ട് വളർത്തുന്നതാട്ടോ. നല്ല സ്പ്രിങ് കൂടിയാണ്. ഞാനാണ് കഷ്ടപ്പെടുന്നത് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ എന്തോ കഷ്ടപ്പെടുന്ന നമ്മള് ഇതില് പരട്ടാൻ പോവാണ്. അപ്പൊ അത് ഞാൻ നമുക്ക് ചേട്ടന് പറ്റി കൊടുക്കാം. എന്താ എത്ര നേരം പിടിച്ചു വെക്കണം? ഇത് അവര് പറയണത് 60 മിനിറ്റ് എന്നാണ്. 60 മിനിറ്റ്. പിന്നെ അപ്പൊ നമുക്ക് തട്ടിക്കൊടുക്കാം. ഇത് കളർ പിടിക്കുവോ? നമ്മളെ മുഖത്ത് നേത്തൊക്കെ സാധാരണ മൈലാഞ്ചി ചോപ്പ് പിടിക്കുന്ന പോലെ പിടിക്കാത്താണല്ലേ? ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു ചേട്ടനൊന്ന് ഹെയർ കെയർ ചെയ്യണമെന്ന്. കാരണം എന്താ വെച്ചാല് മുടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടില്ലേ, ശൂന്യാവാൻ. എന്നിട്ടാണ് നമുക്ക് കളർ ചെയ്യാൻ പോവാ. നമുക്ക് ചേട്ടന്റെ മുടിയിൽ കളർ ചെയ്യിക്കാം. മഞ്ഞല്ല, പച്ചല്ല, നീല. നമുക്കൊരു ചെറിയൊരു ബ്രൗൺ പോലെ. അപ്പൊ ഇത് അവര് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പോർഷനൊക്കെ ആക്കി തിരിച്ചിട്ട് പടല തിരിച്ചിട്ട്. ഇതിപ്പോ ആണുങ്ങളുടെ മുടി അങ്ങനെ ഇത്രയ്ക്കൊന്നും ഇല്ലല്ലോ, പോർഷനാക്കി കെട്ടിയേക്കുക മാത്രമേ. അപ്പൊ കുറച്ചും കൂടി നന്നായി പിടിക്കുമായിരിക്കും. എല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കാം. കുനി ചേട്ടന്റെ മുടിയിലേക്ക് തന്നെ ഇത് മുഴുവൻ വേണ്ടി വരുന്നതാണ്. പിന്നെ എന്റെ മുടിയിലേക്ക് പനിക്കില്ല. കുട്ടിയോട് മഴ കൊണ്ട് നടക്കാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഴ കൊണ്ടിട്ടൊന്നുമല്ല ടക്കി ഇവര് തന്നതാണ് പനി. ഞാനല്ല എന്നിട്ട് ഞാൻ മഴ കൊണ്ടിട്ടാന്നു. അച്ഛനും മോളും കൂടിക്ക് പനി. എന്നിട്ട് ഇവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമായി. ഓക്കെ, ഇത്ര മതി കേട്ടാ. ഒട്ടിച്ചു വെച്ചാ തട്ടിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, സെറ്റ് ആക്കിണ്ട്. മുടി തുഞ്ചത്താക്കിയ തട്ടിട്ട് അങ്ങനെ കേട്ടോ. ദാടിയും ഇവിടെ മാത്രം വേണ്ട, ഞാൻ തേക്കട്ടെ. അപ്പൊ നമ്മള് പെണ്ണുങ്ങള് അല്ലെങ്കിൽ മുടി കൂടുതലുള്ളവർ തേക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഒരു പോർഷനാക്കി എടുത്തിട്ട് എല്ലാവരും തേക്കുക കേട്ടോ. മെയിനായിട്ട് ഞാനിപ്പോ ഉള്ളിലേക്ക് വല്ലാതെ തേക്കണില്ല, പിന്നെ നിറയുടെ ഭാഗത്ത് അധികം ഇടുന്നില്ല. എന്താ വെച്ചാല് പനി മാറി ഓക്കെ, പക്ഷെ എന്നാലും ഇനി വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കൂടുതലായിട്ടും മുകളിൽ നന്നായിട്ട്, പിന്നെ അതുപോലെ മുടിയുടെ താഴെയുള്ള ഭാഗമില്ലേ ഈ പോർഷൻ, അവിടെ നന്നായിട്ട് കെയർ ചെയ്ത് വെച്ചു. അതായത് ഒന്ന് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തു മാത്രം. ഇത് നമ്മൾക്ക് വെക്കേണ്ട സമയം 1 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂർ വെക്കണം, അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും വെക്കണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഹെന്ന, അതായത് മൈലാഞ്ചി പൗഡർ. അപ്പോൾ ഞാന് ഇങ്ങനെ 1 മണിക്കൂറിനടുത്തേക്ക് വെച്ചു ചേട്ടനാണെങ്കിലും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വേറെ കുറച്ച് 2-3 സ്ഥലത്തേക്ക് പോവാനുണ്ടായിരുന്നേ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നേരം വെക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ദേ കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ മുടി ഉണങ്ങിയിട്ടേ ഉള്ളൂ, അതായത് സോറി നനഞ്ഞിട്ടേ ഇരിക്കുന്നത്, കുളിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ട് അപ്പൊ വൈകുന്നേരമായി. അപ്പൊ ചേട്ടനത് മുടി എന്തിനാ ഇറങ്ങിക്ക്. അപ്പൊ നല്ല എന്താ പറയാ വോളിയമായിട്ടും ഒക്കെ ഇരിക്കും. പിന്നെ അതുപോലെ ഇത് വേറെ ഒന്നല്ല, നമുക്ക് ഇങ്ങനെ നല്ലതാണ്. നമുക്കൊരു ആന്റി ഏജിങ് ഹെയർ കെയർ ചെയ്യണം നല്ലതാട്ടോ. നമുക്കിങ്ങനെ അപ്പൊ നമ്മുടെ മുടി ഇതേട്ടോ, ഞങ്ങള് ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. മുടി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഞങ്ങളതിന് പോയ കാരണേ എനിക്ക് പകലെടുക്കാൻ പറ്റിയില്ല, പിന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂർ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഹെന്ന. അപ്പൊ
അപ്പൊ നമ്മുടെ മുടി നല്ലൊരു എന്താ പറയാ, വല്ലാണ്ട് പെട്ടെന്ന് ഭയങ്കര സംഭവമായെന്നല്ല കേട്ടോ, പക്ഷെ ഭയങ്കര നല്ലതാണ്, നമുക്ക് ഭാവിയിലേക്ക് നല്ലതാണ് നമ്മള് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കുന്നത്. മുടി അങ്ങനെ കളർ പിടിക്കൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ കളറൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ചോപ്പാവുന്ന അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അതേപോലെ മുടിയിലത്തെ ഇഷ്യൂസ് മാറും, ഡാമേജസ് കുറയും, ഒക്കെ നല്ലതാണ്. നമുക്ക് 25+ ഒക്കെ മാസത്തിലൊരിക്കൽ, 30+ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മാസത്തിലൊരിക്കൽ ചെയ്യണത് ഭയങ്കര നല്ലതാട്ടോ. നല്ല മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ. നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതെ, പിന്നെ ഈ ഇതിലൊരു ചെറിയൊരു ഷെയ്ഡ് കാണുന്നത് ഞാൻ പണ്ട് കളർ ചെയ്തിട്ടുള്ള കേട്ടോ, ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ട് കളർ ചെയ്ത് പണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ നല്ല രസമായിട്ട് നമ്മുടെ മുടിക്ക് എടുക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനും, അതേപോലെ നമുക്ക് ആന്റി ഏജിങ് പാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഹെന്ന. അപ്പൊ ഇതിൽ വേറെ മിക്സിംഗ് ഒന്നുമില്ല, ഹെന്ന പൗഡർ അത്രേ ഉള്ളൂ. അത് നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ എഗ് വൈറ്റിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിടാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ മുടിക്കുണ്ടാവുന്ന ഡാമേജസ് കുറയ്ക്കാനും പിന്നെ റിപ്പയർ ചെയ്യാനും ഒക്കെ നല്ലതാ. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആണ്, അതേപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പൊ ഞാൻ ലിങ്ക് താഴെ വെക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ. ഇതാ നല്ല ഷൈനി ആയിട്ടൊക്കെ കിടക്കും. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇപ്പൊ നമ്മള് റെഡിയാക്കുമ്പോ ഹസ്ബൻഡുമാർക്കോ അല്ലെങ്കിൽ അങ്ങനെ അച്ഛന്മാർക്കോ ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ, നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു തലയിൽ ഇങ്ങനെ ഹെന്ന ചെയ്യണം എന്നൊക്കെ, പക്ഷെ പനി വന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പിന്നെ തിക്കും തിരക്കൊക്കെ ആയിട്ടേ. അപ്പൊ അങ്ങനെയാണ് ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ ഈ ഒരു പാക്ക് കിട്ടിയിട്ട്. അപ്പൊ ഞാനതിങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലതാണ്. അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഹെന്ന, പ്രത്യേകിച്ച് ഒരു 25+ ഒക്കെ കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.